സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്ന് കശ്മീരിലെ പകുതിയോളം ടൂറിസം കേന്ദ്രങ്ങളും അടച്ചതായി റിപ്പോർട്ട്. തുടർ ആക്രമണങ്ങൾ ഉണ്ടാകാമെന്ന ആശങ്കയെ തുടർന്നാണെന്നും റിപ്പോർട്ട് തുടരുന്നു. അതിനിടെ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര മന്ത്രിസഭയും സുരക്ഷാകാര്യ മന്ത്രിസഭാ ഉപസമിതിയും യോഗം ചേരും. പാക് വിമാനങ്ങളെ ഇന്ത്യൻ വ്യോമപാതയിൽ നിന്ന് വിലക്കാനുള്ള ആലോചനയും കേന്ദ്ര സർക്കാരിനുണ്ടെന്ന് റിപ്പോർട്ടുകൾ. ചാഞ്ചാട്ടങ്ങൾക്കിടയിലും വീഴാതെ പിടിച്ചുനിന്ന് വിപണി. അപ്രതീക്ഷിത ചാഞ്ചാട്ടത്തിനൊടുവിൽ നേരിയ നേട്ടത്തിലാണ് ഇരു സൂചികകളും വ്യാപാരം അവസാനിപ്പിച്ചത്. സമ്മിശ്ര നാലാം പാദ ഫലങ്ങൾക്കിടയിലും കൂടുതൽ നിക്ഷേപകർ വാങ്ങലുകാരായതാണ് വിപണിക്ക് അനുകൂലമായത്. കാനഡയിലെ ജനപ്രതിനിധി സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടി നേതാവായ മാർക്ക് കാർണി അധികാരത്തിലേക്ക്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എതിർചേരിയിലുള്ള കാർണിയുടെ വരവ് കുടിയേറ്റക്കാർക്കും ഗുണകരമാകുമെന്ന് പ്രതീക്ഷ. കുറച്ച് ദിവസത്തെ നിശബ്ദതയ്ക്ക് ശേഷം സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്ന് വർധന. പവന് 320 രൂപ വർദ്ധിച്ച് 71,840 രൂപയായി. ബുധനാഴ്ച അക്ഷയ തൃതീയ വിൽപ്പന പൊടിപൊടിക്കാനുള്ള ഒരുക്കങ്ങളുമായി സ്വർണ്ണ വ്യാപാരികൾ. US-ഉമായുള്ള വ്യാപാര യുദ്ധം മുറുകിയാൽ ചൈനയിലെ നിർമ്മാണ രംഗത്ത് 1.6 കോടി പേർക്ക് തൊഴിൽ നഷ്ടമാകുമെന്ന് ഗോൾഡ്മാൻ സാക്സ്. ആശയവിനിമയ ഉപകരണങ്ങൾ, തുണിത്തരങ്ങൾ, കെമിക്കൽ പ്രോഡക്ട്സ് എന്നിവയുടെ കയറ്റുമതിയെ ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ തുടരുന്നു. കൂടുതൽ ബിസിനസ് വാർത്തകൾക്ക് ധനം ഓൺലൈൻ.com.